ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു അടിപൊളി ഡെക്കോറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ വാലന്റൈന് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡെക്കോറാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പീസ് കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ലെയർ പറിച്ച് കളയുക. അപ്പോൾ നനച്ചൊന്ന് കൊടുത്താൽ മതിയാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് പറിച്ച് കളയാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഈക്വലായിട്ടുള്ള കഷ്ണങ്ങൾ വേണം നിർബന്ധമില്ല. ഒരുവിധം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റ് ലെവലിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണ്ട. സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ലവ് ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് പറ്റിയതാണല്ലോ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെൽക്കം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ഡെക്കോറായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കാർഡ്ബോർഡും പിന്നെ കുറച്ച് പേപ്പർ സംഭവങ്ങൾ മാത്രം മതിയാവും. ഇത് നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ആ സൈഡിലൊക്കെ ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് ആ സംഭവം കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്തിട്ടോ. എന്നിട്ട് അതുപോലെ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് കളറിലുള്ള അക്രൈലിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുമേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബ്ലാക്ക് ബേസ് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ മെറ്റാലിക് പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. മെറ്റാലിക് പെയിൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെഡും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള അക്രൈലിക് പെയിൻറ്റ്സ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റെഡ് ജസ്റ്റ് ഒരു കുഞ്ഞ് ഡ്രോപ്പ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോൾഡൻ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3:1 റേഷ്യോയിൽ എടുത്താലും മതിയാവും. അപ്പം എന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കാർപ്പറ്റ് ഉണ്ടല്ലോ, ഫ്ലോർ മാറ്റ്, നമ്മൾ ചവിട്ടിക്കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് എടുത്തത്. ഇപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, റെഡ് കളറിലുള്ള പേപ്പർ എടുക്കാം. എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ റൗണ്ടിൽ വെട്ടിക്കൊടുക്കാം. ഈ റോസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റോസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുഴിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് റൗണ്ട്. ഈ റൗണ്ടിനെ ആ ലാസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ടൊന്ന് നമ്മൾ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. എന്നിട്ട് ആ റോസ് ഫ്ലവർ എന്താക്കുക, ഒന്ന് താഴെ ഒന്ന് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു റോസ് ഫ്ലവർ കിട്ടും. അതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുക്കുക. ഗ്രീൻ കളറിലുള്ള പേപ്പർ സ്ക്വയറാക്കി എടുത്തതിന് ശേഷം അതിൽ നിന്നൊരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും മടക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു ലീഫും കിട്ടി. ആ മടക്കിലൂടെ എന്നിട്ട് നമുക്കൊരു ചെറുതായിട്ടൊന്ന് ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ മടക്കുന്നുണ്ടല്ലോ, ഈ മടക്കിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരു ലീഫും കിട്ടി. അപ്പോൾ ഇതുപോലെ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താ, നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ലവ് എന്ന് എഴുതിയിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. ഇപ്പം നമ്മളിപ്പോൾ വെൽക്കം ഡെക്കോറായിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെൽക്കം എന്ന് എഴുതി എടുക്കുക, അത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഹോം എന്ന് എഴുതിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ വാലന്റൈൻസ് ഡേക്ക് പറ്റിയൊരു ഐഡിയ ആയിട്ടാണല്ലോ, അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ ലവ് എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രാവിനെയൊക്കെ വരച്ചിട്ട് 2 പ്രാവിനെയൊക്കെ വരച്ചിട്ട് അതുപോലെ വെട്ടിയെടുത്തിട്ട് സെൻറ്ററിൽ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇനി എന്താ, ഇതെല്ലാം കൂടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ ആ ഒരു ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി വെറും കാർഡ്ബോർഡ് വെച്ചിട്ട് കളർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെക്കോറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വാലന്റൈൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും നല്ല നല്ല ഐഡിയാസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.